എല്ലാവർക്കും നമസ്കാരം. ജീവിതത്തിൻ്റെ കുറേ പടവുകൾ ചവിട്ടി മുന്നോട്ട് പോയി കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്നത് കടന്നു വന്ന വഴികളിൽ പലതും കനൽ വഴികളായിരുന്നു, അല്ലെങ്കിൽ ഒരു കനലായിരുന്നു നമ്മൾ എന്ന് നമ്മൾക്ക് മനസ്സിലാകുന്ന കുറേ സാഹചര്യങ്ങളിലുണ്ടാകും. ആ സമയങ്ങളിലൊക്കെ നമ്മൾ ഒറ്റപ്പെട്ടായിരിക്കും ഇരിക്കുന്നത്. ആരും നമ്മൾക്കൊരു സഹായത്തിനുണ്ടാകത്തില്ല. ആരോട് നമ്മളുടെ ദുഃഖങ്ങളോ സന്തോഷങ്ങളോ ഒന്നും പങ്കുവയ്ക്കുവാനും ഉണ്ടായിരുന്നില്ല. നമ്മൾക്കൊരു സഹായം തേടുവാൻ പോലും ആരും നമ്മളുടെ ചുറ്റും ഉണ്ടാകാതിരുന്ന ഒരു ഏകാന്തതയുടെ അനുഭവം, അല്ലെങ്കിൽ ഒരു ഇരുട്ടിൻ്റെ അനുഭവമൊക്കെ നമ്മളുടെ ജീവിതത്തിലുണ്ടാകും. പിന്നീട് നമ്മൾക്കത് മനസ്സിലാകും, അതെയോ നമ്മൾ കടന്നു വന്ന ആ കനൽ വഴികൾ, അല്ലെങ്കിൽ ആ തീയുടെ അനുഭവങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ എത്രയോ നല്ലതായിരുന്നു. കാരണം അതല്ലേ ഇന്നത്തെ എന്നെ നിങ്ങളെയൊക്കെ സ്ട്രോങ് ആക്കി മാറ്റിയത്, അല്ലെങ്കിൽ ഇത്രയും നല്ല ഉറപ്പുള്ള വ്യക്തികളാക്കി മാറ്റിയത് ആ അനുഭവങ്ങളായിരുന്നില്ലേ എന്ന് നമ്മൾക്ക് ഇന്നാണ് തിരിച്ചറിയുന്നത്. കാരണം ആ വഴികളിൽ നമ്മൾ തളർന്നു പോയിരുന്നുവെങ്കിൽ, ആ വഴികളിൽ നമ്മൾ മറ്റാരെയെങ്കിലും ഒരു താങ്ങ് നമ്മൾ തേടിയിരുന്നുവെങ്കിൽ നമ്മൾക്ക് മനസ്സിലാകുമായിരുന്നു നമ്മൾ ഇന്ന് ആയിരിക്കുന്ന ഈ ഒരു ലെവലിൽ, അല്ലെങ്കിൽ ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നമ്മൾ ഒരിക്കലും മാറത്തുണ്ടായിരുന്നില്ല. നമ്മൾ അവിടെ തീർന്നു പോകുമായിരുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തൂണ് നമ്മൾക്ക് ചാരാൻ കിട്ടിയിരുന്നുവെങ്കിൽ നമ്മൾ അവിടെ തന്നെ ചാരി നിൽക്കുമായിരുന്നു. എന്നാൽ ഒരു തൂണും നമ്മൾക്ക് കിട്ടാതിരുന്നത് കൊണ്ട്, ചാരാൻ ഒരു വ്യക്തിയെ നമ്മൾ കണ്ടെത്താതിരുന്നത് കൊണ്ടാണ് ഇന്നുള്ള ഈ സ്ട്രോങ് പാതകളിലൂടെ നമ്മൾ ഇവിടം വരെ എത്തുവാൻ, അല്ലെങ്കിൽ ഈ സ്ട്രോങ് ആയിട്ട് ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് കഴിയുന്നത് എന്നുള്ള തിരിച്ചറിവ് നമ്മൾക്ക് ഉണ്ടാകുന്നത് ഇപ്പോഴാണ്. കാരണം അന്ന് നമ്മൾ എവിടെയെങ്കിലും ചാരിയിരുന്നുവെങ്കിൽ നമ്മൾ അവിടം കൊണ്ട് തീരുമായിരുന്നു, അല്ലെങ്കിൽ അവിടം കൊണ്ട് അവസാനിക്കുമായിരുന്നു, അല്ലെങ്കിൽ അവിടം കൊണ്ട് നമ്മൾ തീരുമായിരുന്നു. എന്നാൽ അവിടം കൊണ്ട് തീരാതെ മുന്നോട്ട് നയിക്കുവാൻ, അല്ലെങ്കിൽ മുന്നോട്ട് പോകുവാൻ, അല്ലെങ്കിൽ മുന്നോട്ടൊരു വിജയം കൈവരിക്കുവാനൊക്കെ നമ്മൾക്ക് സാധിച്ചതിൻ്റെ കാരണം അന്ന് നമ്മൾക്ക് താങ്ങുവാൻ ആരുമില്ലാതിരുന്നത് കൊണ്ടാണ്. അന്ന് നമ്മുടെ കനൽ വഴികളിൽ നമ്മൾ ചവിട്ടിക്കേറി മുന്നോട്ട് വന്നത് കൊണ്ടാണ്. ആ ചെറിയ പൊള്ളലുകളെയൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്ത് മുന്നോട്ട് വന്നത് കൊണ്ടാണ് വലിയ വലിയ തീപ്പന്തങ്ങൾ മുന്നിൽ കണ്ടാലും, വലിയ വലിയ മലകൾ കണ്ടാലും, അഗ്നിമലകൾ കണ്ടാലും അതിൻ്റെ മുന്നിൽ കുലുങ്ങാത്ത, അതിൻ്റെ മുൻപിൽ കുടുങ്ങിപ്പോകാത്ത, അതിൻ്റെ മുന്നിൽ തകർന്നു പോകാത്ത, അല്ലെങ്കിൽ അതിൻ്റെ മുൻപിൽ ഉരുകിത്തീരാത്ത ഒരു ഉരുക്ക് വ്യക്തിയായിട്ട്, അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നമ്മളും നിങ്ങളുമൊക്കെ, ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ നമ്മൾ ഈ കടന്നു വന്ന കനൽ വഴികളുടെ പാഠങ്ങളായിരുന്നു എന്ന് നമ്മളൊക്കെ തിരിച്ചറിയുമ്പോഴാണ് അത് നല്ലതായിരുന്നു, അല്ലെങ്കിൽ നമ്മളുടെ കഴിഞ്ഞു പോയതൊക്കെ നല്ലതായിരുന്നു, ആ അനുഭവങ്ങൾ നമ്മൾക്ക് നല്ലതായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.